ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ ഊട്ടിയിലെ കാഴ്ചകളാണ് കേട്ടോ. വൺസ് അഗെയിൻ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുൽത്താൻ ബത്തേരി ഗൂഡല്ലൂർ വഴിയാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂട്ടിലേക്ക് എത്തപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു യാത്ര നമ്മളൊരു ചെറുതായിട്ടൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ രാത്രി ഈ ഒരു വഴിക്ക് പെർമിറ്റൊക്കെ ഉണ്ട് വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം സ്പീഡൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ പോകാൻ. കാരണം ആന അതുപോലെ തന്നെ മാനുകളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ ഒരു 2 മണി ടൈമിലാണ് ഞങ്ങൾ ഈ ഒരു വഴി കൂടെ ക്രോസ് ചെയ്ത് പോകുന്നത്. ഒറ്റക്കൊമ്പനല്ലേ ഈ വഴി ഇനിയും കാണാൻ ഗ്യാപ്പ് ഉണ്ടാവോ? ചാൻസ് ഉണ്ടല്ലേ? നീ ഓർമ്മയില്ലേ? ശരി കാണാം. അപ്പോൾ നമ്മളിതാ കേരള ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുക, നിക്ഷേപിച്ചിട്ട് പോവുക. അങ്ങനെ നമ്മളിപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞു. ഏകദേശം ഗൂഡല്ലൂരൊക്കെ എത്താറായി.
ഏകദേശം ഒരു 5 മണിയോട് കൂടി നമ്മൾ ഊട്ടിയിലെത്തി. അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ മഹാരാജാസിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളാണ്. പറയാതിരിക്കാൻ വയ്യ, നമ്മളൊരു പാട്ടില്ലേ, വാഗമണ്ണിലും തണുപ്പ് ഊട്ടിയിലും പോണാൽ തണുപ്പ്. ഊട്ടിയിലെ തണുപ്പ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഹോട്ടലിന് മുമ്പിലുള്ള ആ ഒരു കനലൊക്കെ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നേരം വെളുപ്പിച്ച് അങ്ങനെ സൂര്യൻ ഉദിച്ച് വന്നപ്പോൾ ആ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് കേട്ടോ ഉള്ളത്, ഊട്ടിയിലെ പഴയകാല ബിൽഡിങ്ങുകളും. അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ ലൊക്കേഷനായ ടീ ഫാക്ടറി നമുക്ക് ഇവിടുന്ന് ആ മലനിരകൾക്കിടയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചൊക്കെ തന്നെ നമ്മൾ ഈ ഒരു മഹാരാജാസിലാണ് കേട്ടോ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു മഹാരാജാസ് ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, അപ്പോൾ ഇതിന് ഒരു പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മഹാരാജാസിൽ വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ്ങുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓർമ്മയുള്ള കിലുക്കം ഒക്കെ ഈ ഒരു മഹാരാജാസിൽ നിന്നാണ് എടുത്തത്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് ഈ ഒരു മഹാരാജാസിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മഹാരാജാസിൻ്റെ ഹിസ്റ്ററി നോക്കാം. ഏകദേശം ഒരു 160-170 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിന്. അതുപോലെ 1865 ഇത് രാജാക്കന്മാർ പണിത്, പിന്നീട് അത് ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 150 വർഷം പഴക്കമുള്ള ഒരു മാനിൻ്റെ തലയാണ്. അങ്ങനെ നമുക്കിവിടെ ഒരുപാട് ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം നല്ല വിശപ്പ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണ്, വയറിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവിടെ ഇല്ല ആള് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് അതെ ദോശയുടെ ആറാട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. കൊടുത്തോ ചേട്ടനെ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഊട്ടിയിലെ ടീ ഫാക്ടറി അതേപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഊട്ടിയിലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.